ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം വാക്യം, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കും. കർത്താവിനോട് പറയുന്നു. അപ്പോൾ ലേഖനം എഴുതി പറയാണ്, നമ്മളെ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഉത്തമ അവകാശം നമുക്ക് നന്നിട്ട് പോയിട്ടുണ്ട്. അതിന് നിങ്ങൾ ഏക മനസ്സുള്ളവരായിരിക്കണം, ഏക സ്നേഹം കൊണ്ട്. ഒരുവന്റെ മനസ്സിനകത്ത് ദേഷ്യം ഉണ്ടെങ്കിൽ പിന്നെ അതെന്താണ്, ആ ഒരു സ്നേഹം ഒന്ന് പോകും. അപ്പൊ എന്താണ്, ഐക്യപ്പെടാനായിട്ട് കഴിയത്തില്ല. പിന്നെ ഏക ഭാവം ഉണ്ടാകാനൊക്കത്തില്ല. ഞങ്ങൾ ഇന്നലെ ഒരു സ്ഥലത്ത് കടന്നു പോയപ്പോഴത്തേക്ക് രോഗത്തിന്റെ അസ്വസ്ഥത കൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ എടുത്ത് ചാടി പറയുന്നെങ്കിൽ നമ്മൾ പോയ കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ എന്തുണ്ടാകും, നമുക്കത് വേണ്ട എന്ന് വരും. അപ്പൊ അത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ദൈവം ഇങ്ങനെ എന്റെ മുന്നിൽ ഇങ്ങനെ ഒരു വിഷമുള്ളത് കൊണ്ടാണ് ആ ഒരു സംഭവം അവിടെ സംഭവിച്ചത്. എന്നാലും നമ്മൾ പോയ കാര്യം എന്താണെന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടത് വിശപ്പ് വരും അല്ലെ. നമുക്ക് നമ്മുടെ ഉള്ളിൽ എന്തായാലും ആ കാര്യം നേടണം, ആ കാര്യം നേടി വന്നാലും നമ്മൾ വന്നിട്ടുകൊണ്ട് ഗുണമുള്ളൂ, അതിൽ മറ്റുള്ളവരുടെ സ്ഥാനത്ത് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ, എന്ത് ചെയ്യണം, ഇത് നമ്മൾ മനസ്സിലാക്കി ഇങ്ങനെ മുറുകെക്കൊണ്ടിരിക്കുന്ന സന്ദർഭം ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ ഏകമാവണം, നമ്മൾ ഏക മനസ്സൊന്ന് പുതുക്കാനുണ്ട്. സ്വന്തം സംഘത്തിന് 119-105 എന്റെ വാചനം എന്റെ കാലിന്റെ ദീപവും എന്റെ പാദത്തെ പ്രകാശവുമാകുന്നു. അപ്പൊ ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം നമ്മളെ നിയന്ത്രിക്കുന്നതാണ്. നമ്മുടെ കാലിന് എന്താണ്, പ്രകാശം തരുന്നതാണ്. എന്റെ വചനം എന്റെ കാലിന്റെ ദീപവും എന്റെ പാദത്തെ പ്രകാശവുമാണ്. അപ്പൊ നമ്മൾ നടന്നു പോകുന്ന ഇരുട്ടിന്റെ അവസ്ഥകൾ മാറ്റം തരുവാൻ ദൈവത്തിന് കഴിയും. അല്ലെങ്കിൽ സ്വതന്റെ അല്ലെങ്കിൽ 133 വായിക്കുമ്പോൾ 119-133 വായിക്കുമ്പോൾ എന്റെ കാലടികൾ എന്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ. നമ്മൾ പോകേണ്ട സഞ്ചരിക്കേണ്ട വഴികൾ നമ്മുടെ കാലുകളെ ഉറപ്പിക്കുന്ന സ്ഥിരമാക്കണമേ, എന്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ, യാതൊരു നീതികേട് എന്നെ ഭരിക്കരുത്. അപ്പൊ നമുക്ക് എന്താ, നമ്മൾ പോയ കാര്യം ഇതാണ്, നമുക്ക് ഇതിന്റെ വിഷയമുണ്ട്, നമ്മളെ ദൈവം നമ്മളെ പൂർണ്ണമായി വിടുവിക്കും. ആ ഹൃദയത്തിൽ നിന്ന് നമുക്ക് എന്ത് പ്രാർത്ഥന ഉരുവിടുവാൻ കഴിയും. വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, നമ്മൾ അനുസരണം ഉണ്ടെങ്കിൽ, നമ്മൾ പോയ കാര്യത്തിന് ദൈവത്തോട് നമ്മൾ എന്ത് ഞരടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതേപടി തന്നെ ദൈവം നമ്മളെ വിടുവിക്കാൻ നമ്മളോട് കൂടെ ഇരിക്കും. യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം യൗവനക്കാരും ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടർ വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ദൈവമക്കളെ, വചനം വായിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ദൈവവചന വാക്യത്തിൽ ഒരു കാര്യമാണ്, യൗവനക്കാരൻ എന്ത് ചെയ്യണം, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, തളർന്നു പോകാതെ അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണം പോകാതെ നടക്കുകയും ചെയ്യും. അപ്പോ നമ്മൾ വചനം വായിക്കുന്നത് പഠിക്കുന്നത് ദൈവം, വചനം ദൈവമാണ്. ദൈവം നമ്മുടെ ഉടമ്പടി വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. ഈ വാഗ്ദത്തങ്ങൾ നമ്മൾ ഗ്രഹിച്ച് അതിനെ അനുസരിച്ച് അതിന്റെ വഴികളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടമില്ലെന്ന് വരത്തില്ല. അത് കഷ്ടം വരും, ഭാരമില്ലാതെ വരത്തില്ല, ഭാരം വരും, വേദന ഇല്ലാതിരിക്കത്തില്ല, വേദന വരും, ഞെരുക്കമില്ലാതിരിക്കത്തില്ല, ഞെരുക്കം വരും. എന്നാൽ അതിൽ നിന്നൊക്കെ നമ്മൾ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുന്ന ഒരവസ്ഥ ദൈവം നമുക്ക് തരും. എന്താ, വചനം വായിക്കണം, വചനത്തെ അനുസരിക്കണം, വചനത്തിൽ നിലനിൽക്കണം, വചനത്തെ മുറുകെ പിടിക്കണം, വചനത്തിൽ ആശ്രയിക്കണം. അതിന്റെ സ്തോത്രം ചെയ്യണം. എന്താണ്, അവൻ എന്താണ് ശക്തിയെ പുതുക്കും, അവൻ കഴുകന്മാരെ പോലെ. അപ്പൊ നല്ല ശക്തിയുള്ള ഒരാളായി തീരും. തളർന്നു ക്ഷീണിച്ച് മണിയിരിക്കുന്ന നമുക്ക് എന്ത് ചെയ്യും, ഒരു കഴുകന്മാരെ പോലെ ചിറകടിച്ച്. അപ്പൊ ശക്തി പ്രാപിക്കുമ്പോഴാണ് ചെറുക്കുണ്ടാക്കുന്നത് അല്ലെ. കഴുകന് ശക്തി ഇല്ലാതെ എന്താണ്, ഈ കാട്ടിൽ മലയുടെ സ്വന്തം മലയുടെ വൃക്ഷത്തിന്റെ മണ്ടയ്ക്ക് അവൻ കൂടുകൂട്ടി അവൻ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ആ കഴുകൻ എന്താണ്, അതിന്റെ തുകലെല്ലാം, അത് പ്രായം ചെല്ലുമ്പോൾ അതിന്റെ തുകലെല്ലാം ഒഴിഞ്ഞു പോകും. തുകലെല്ലാം ഒഴിയുമ്പോൾ തന്നെ അവന് പറക്കാൻ പറ്റാത്ത അവസ്ഥ, അവന്റെ ശരീരം നല്ലോണം ക്ഷീണിക്കും. അതിന്റെ എത്ര ഉയരത്തിൽ പറന്നു പോയോ അത്രയും ഉയരത്തിൽ താഴ്ന്നു തരണം. അത്രയും കണ്ണുള്ളവനാണ്. ഭൂമിയിൽ നടക്കുന്ന ഒരു ചെറിയ ജീവിയെ പോലും എന്ത് ചെയ്യും, കഴുകൻ കണ്ടുപിടിക്കും. അങ്ങനെയുള്ള കഴുകൻ ഭക്ഷണമൊന്നും പോയി സമ്പാദിച്ച് കഴിക്കാൻ പറ്റാതെ ചിറകടിച്ച് പോയി നോക്കി അവരെ പിടിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, ദൈവത്തോട് നിലവിളിക്കും.
നമ്മൾ മാത്രമല്ല നിലവിളിക്കുന്നത് പക്ഷികളും പറവജാതികളും ഇഴജാതികളും പിന്നെ കാട്ടിലെ മൃഗങ്ങൾ ആറ്റിലെ മത്സ്യങ്ങൾ തന്നെ ദൈവത്തോട് തന്നെ ഭക്ഷണം ചോദിക്കുന്ന പോലെ അപ്പൊ തന്റെ വാക്ക് കെത്തിലിരുന്ന് കരഞ്ഞ് ചോദിക്കുവാൻ പറഞ്ഞവിടെ അവിടെ അവന്റെ തൊഴിലുകൾ കുടിച്ചു വരുമ്പോൾ അവൻ പഴയതിനേക്കാളും അല്ലെങ്കിൽ കൂടുതൽ ശക്തിയോടെ അവൻ എന്ത് ചെയ്യും അവൻ ചിറകടിച്ച് പറക്കുകയും അവൻ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അപ്പൊ നമ്മളൊരു പക്ഷിയെ കുറിച്ച് കാണിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആയിരിക്കണം, അതിന്റെ അവസ്ഥ അത് ആയിരുന്നിട്ട് പോലും അത് അതിൽ നിന്ന് പൂർണ്ണമായ വിജയം കണ്ടെത്തുന്നു. ആയതുപോലെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലെ നമ്മളെ ജീവിത ശൈലികളിൽ പോകുമ്പോഴും വരവിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലെ നമ്മുടെ ദേശത്തിന്റെ സഹോദരങ്ങളുടെ മേലെ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ ചർച്ചക്കാരിലൊക്കെ ഉണ്ടാകുന്നതായ വിപത്തുകൾ കണ്ട് നീ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിച്ചു എന്ന് പരിഹസിക്കുന്നവരുടെ മുമ്പിൽ, നമ്മളെ ആക്ഷേപിക്കുന്നവരുടെ മുമ്പിൽ, നമ്മളെ ഒന്നുമല്ല എന്ന് പറഞ്ഞ് പരത്തി ചിരിക്കുന്നവരുടെ മുമ്പിൽ നീ അങ്ങ് തളർന്നു പോകുന്നില്ല. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ചിറകടിച്ച് ഒന്ന് കയറത്തക്ക വിധത്തിൽ വിശ്വാസം നിന്റെ ഉള്ളിൽ ദൈവം തന്നിട്ട് വചനത്താൽ നിന്നെ എന്ത് ചെയ്യും? മുളപ്പിക്കും. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. നിന്റെ അതാണ് സങ്കീർത്തനം 121. നിന്റെ കാൽ കെട്ടുവാൻ അവൻ സമ്മതിക്കില്ല. അപ്പൊ എന്താണ്? നീ അങ്ങനെ പോവുകയാണെങ്കിൽ നിന്റെ കാൽ വഴുതി വീണ് നശിച്ചു പോകുന്നതിന് ദൈവം അവന് സമ്മതം കൊടുക്കത്തില്ല. നമ്മൾ നടക്കുന്ന രീതികളിലേക്ക് അങ്ങനെ വീണ് പോകാൻ നമുക്ക് ദൈവം സമ്മതം നമുക്ക് ആ അവസ്ഥയിൽ നമ്മൾ സമ്മതിക്കാത്ത ഒരു ദൈവം ആണ് നമ്മളെ പരിപാലിക്കുന്നത് നമുക്ക് പറയുവാൻ കഴിയും. അതുകൊണ്ട് യോബിന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 15-ാമത്തെ അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. യോബിന്റെ ജീവിതത്തിലെ കഷ്ടങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, തനിക്കുണ്ടായിരുന്നെല്ലാം നഷ്ടമായി. സകലരും അവനെ ആക്ഷേപിച്ച് പരിഹസിച്ച് അവനെ തകർത്ത് കളഞ്ഞപ്പോഴും ഹല്ലേലൂയ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയമാണ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. അല്ലെ? ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തകർന്നു പോയി എന്ന് വിചാരിച്ചാൽ നീ ഞാൻ ഇങ്ങനെ പണം അവൻ എന്നെ കൊല്ലില്ല, കൊന്നാലും ഞാൻ അവനായിട്ട് കാത്തിരിക്കും. പിന്നെ ഞാൻ എന്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും. ദൈവത്തിന്റെ മകനെ ഞാൻ നിന്നെയാണ് രക്ഷിച്ചിരിക്കുന്നത്, നിന്റെ മുഖത്താണ് ഞാൻ നോക്കുന്നത്, നിന്നെയാണ് കണ്ട് അതിന്റെ വിശ്വാസത്തിൽ വന്നത്, നിന്റെ വാക്തത്വമാണ് ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നത്, എന്നെ ഒരിക്കലും തകർത്തുകളെ നീ അനുവദിക്കലേ എന്ന ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ദൈവത്തിന്റെ സന്നിധിയില് എന്താണ് ധൈര്യപ്പെടാൻ കഴിയും. അത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് ഫലങ്ങൾ ചെയ്യുന്നത് എന്ത് എന്ന്. അത് നമ്മൾ പലരും ചെയ്യുമ്പോൾ എല്ലാവരും പറഞ്ഞ് അറിയിച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നടത്തുമ്പോൾ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ രഹസ്യമായിട്ട് ചെയ്യുന്നത് ആണ് ഏറ്റവും ദൈവത്തിന് ഏറ്റവും പ്രസാദം. അത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവം നമുക്ക് ഹല്ലേലൂയ നേരത്തെ ദൈവം ഇതിൽ പറഞ്ഞതുപോലെ വലത്തുള്ളവരോട് ഇടത്തുള്ളവരോട് ഒരു വാക്തത്വമുണ്ട്. വലത്തുള്ളവരോട് ദൈവത്തിന്റെ ആത്മാവെന്ന് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾക്ക് എന്താണ് ലോക സ്ഥാപനങ്ങൾക്ക് മുമ്പായി ഒരുക്കിയിരിക്കുന്ന നിത്യത്തിലേക്ക് പ്രവേശിച്ചോളി. ഇടത്തുള്ളവരോട് പറയും എന്റെ പിതാവിനാൽ ശപിക്കപ്പെട്ടവരെ നിങ്ങൾക്കും ദൂതന്മാർക്കും എന്തോ ഒരുക്കിയിരിക്കണം. നിങ്ങളുടെ ദൂതന്മാർക്കുണ്ട്. ആ ദൂതന്മാരാണ് നിങ്ങളെ പരിപാലിച്ചത്. ദൈവദൂതന്മാർ ദൈവമക്കളെ പരിപാലിച്ചു. അപ്പൊ നിങ്ങൾ എവിടെ പൊയ്ക്കോളണം? നരകത്തിലേക്ക് പോകേണ്ടി. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നിപ്പോ എല്ലാവരും വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. നമ്മുടെ ഹൃദയം എങ്ങനെയാണ്, വചനം ഏതാണ് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കി നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളുള്ള ഭാഗത്ത് ദൈവവാക്തത്വമേറിയ വചനം നമ്മുടെ ഉള്ളിൽ കൈക്കൊള്ളുമ്പോൾ നമ്മുടെ അസ്ഥികളൊക്കെയും എന്തെയാണ് ബലപ്പെടുകയാണ്. ഇങ്ങോട്ട് ബലപ്പെടും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആ ബലം കുറയുന്നില്ല, ബലം ശക്തമായി വരികയാണ് ചെയ്യുന്നത്. അതിനാൽ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഹല്ലേലൂയ വളരെയധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാണ് ദൈവം. സങ്കീർത്തനം 147 മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരെ മുറിവുകളെ കെട്ടുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വളരെ തകർച്ചകൾ, കഷ്ടതകൾ, ഭാരങ്ങൾ കൊണ്ടുവരുന്നത് എല്ലാവരും വിചാരിക്കുന്നത് ദൈവമാണോ? ഇല്ല, ദൈവമല്ല. പൈശാചിക ശക്തികൾ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയേണ്ടതിന് അവൻ വളരെ ശക്തമായി നമുക്ക് എതിരായിട്ട് നിൽക്കും. ഒന്നുകൂടി നമ്മൾ ദൈവസന്നിധിയിൽ ദൈവവചനം വായിക്കുമ്പോൾ, ദൈവത്തിനെ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു.
എന്താണ് അതങ്ങനെ മനസ്സിലാക്കുന്നത് വെച്ചാൽ സങ്കീർത്തനത്തിന് 34:19 നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നവ എല്ലാത്തിനും യഹോവ വരെ വിടിവിക്കുന്നത്. ദൈവത്തെ പ്രത്യേകം ഓർക്കണം. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തെ അറിയുമ്പോൾ ദൈവഭക്തന്മാരായി ജീവിക്കുമ്പോൾ അനർത്ഥങ്ങൾ ഉണ്ടാവില്ല എന്ന് പലരും പറയണോ ദൈവത്തെ പറയണം എന്തിനാ അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് അത് വന്ന് ഇത് വന്ന് അനേക കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്താറുണ്ട്, നമ്മൾ നിന്ദിക്കാറുണ്ട്, പരിഹസിക്കാറുണ്ട്. എന്നാൽ ദൈവവചനം അറിയുന്ന ഒരു ദൈവവചനം പറയാൻ പറ്റും. ദൈവത്തെ അന്വേഷിക്കുന്ന അല്ലെ കുഞ്ഞുങ്ങൾക്ക് കഷ്ടം വന്നാലും ദൈവം എന്ത് ചെയ്യും? അനർത്ഥങ്ങൾ എത്രയുണ്ട്? ദൈവത്തെ ദൈവമക്കൾ നോക്കണം. ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എണ്ണിക്കൂടാത്തതാകുന്നു. എന്നാൽ അവ എല്ലാറ്റിൽ നിന്നും അവൻ അവരെ വിടിവിക്കുന്നു. 1 യോഹന്നാൻ 4:4 നിന്നിലുള്ള ലോകത്തിലുള്ളവനെ കാര്യവനാണ്. നിന്നെ പറയുന്ന വ്യക്തികളൊന്നും ദൈവത്തിന്റെ ഭാഗം ഒന്നുമല്ല. അപ്പോ നിന്നിലുള്ളവൻ അത് നിനക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവര് നിന്നെ പറയുന്ന, പരിഹസിക്കുന്ന, ആക്ഷേപിക്കുന്ന, നിനക്കെതിരായിട്ട് സംസാരിക്കുന്നതൊക്കെയും ചെയ്യുമ്പോൾ നീ ഒരു കാര്യം ഓർക്കണം. അവനിലുള്ള പിശാച് ഒന്നുമല്ല, അവന് അത് നേടിയെടുക്കാൻ പറ്റില്ല. എന്നാൽ നിന്നിലുള്ളവൻ അവനിലുള്ള അധികാരിയേക്കാൾ വലിയ അധികാരിയെ നിന്നെ വീണ്ടെടുത്ത് പിടിപ്പിച്ചിരിക്കണം. ആ ദൈവം നിന്നെ പരിപാലിക്കുക തന്നെ ചെയ്യും. അതിന്റെ സ്തോത്രം. അതിന്റെ 84 സങ്കീർത്തനത്തിന്റെ 11 നേരോട് നടക്കുന്നവർക്ക് അവർ ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല. നിനക്ക് ജീവിതത്തിൽ നമുക്ക് കഷ്ടം വരാതിരിക്കില്ല, പ്രയാസം വരാതിരിക്കില്ല, മുടക്കം വരാതിരിക്കത്തില്ല. എന്നാൽ അതിൽ നോക്കി ദൈവം നമ്മളെന്തെയും വിടിവിക്കുന്ന ഒരു ദൈവമാണ്. അതിന്റെ സ്തോത്രം. സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് 42:5 എന്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരക്കുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം, അവൻ നിന്റെ മുഖപ്രകാശ രക്ഷയിൽ എന്റെ ദൈവമാകുന്നു. അല്ലെങ്കിൽ എന്നിങ്ങനെ ഞാൻ ഈ അവനെ സ്തുതിക്കും. അല്ലെങ്കിൽ ദൈവമക്കളെ ഓർക്കണം. നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളിലും ഒക്കെയും നമ്മൾ നമ്മൾ ദൈവത്തിൽ ഏൽപ്പിച്ചിട്ട് നമ്മള് അത് സഹിഷ്ണുതയോട് നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്. ജഡത്തിന്റെ ആത്മാവാകുന്നത് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ എന്താണ്? എന്റെ ആത്മാവിനെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ നിന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു. ഞാൻ അവനെ സ്തുതിക്കും. അപ്പൊ നമ്മൾ സ്തുതിക്കാം. യെശയ്യാ പ്രവചനം തന്നെ 46:4 നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, നിങ്ങളെ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും, ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. ഞാൻ ചുമന്ന് നിങ്ങളെ പിടിക്കുകയും ചെയ്യും. അപ്പൊ അതൊക്കെ ഉണ്ടാകില്ല എന്നൊന്നും ആരും വിശ്വസിക്കണ്ട. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്നത് എന്താണ്? ദൈവം പിടിപ്പിക്കുന്നവനും കൂടെ ഉണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കി പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്.